വക്രദൃഷ്ടി തുടരുന്നു. MT വാസുദേവൻ നായർക്കും സംവിധായകൻ കമലിനും എതിരായ ഉറഞ്ഞു തുള്ളലുകൾക്കെതിരെ പ്രതിരോധ സംഗമം തീർക്കാൻ ചലച്ചിത്ര കലാകാരന്മാർ ഒത്തുകൂടി. BJPയിലെ ഒരു ജനറൽ സെക്രട്ടറിയുടെ വിടുവായത്തരത്തിനും അല്പത്തരത്തിനും പാർട്ടി കൂടി കൊടി പിടിച്ചതോടെ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും വേറെ വഴി ഇല്ലാതായി. ഏത് തലത്തിലുള്ള പരിശ്രമങ്ങളെയും എതിർക്കാൻ കലാകാരൻ ബാധ്യസ്ഥനാണ്. നമ്മൾ സൂക്ഷിച്ച് സംസാരിക്കുവാൻ ബാധ്യതപ്പെട്ടവരല്ല, സംസാരിക്കുവാൻ ബാധ്യതപ്പെട്ടവരാണ്. ഇപ്പോൾ ഇവിടെ നാടുകടത്തപ്പെടണമെന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് കമലിനോട് അല്ലെങ്കിൽ MT സാറിനോടോ സാറോ ഒക്കെ അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു സിനിമ, കമലിൻ്റെ ഏതെങ്കിലും ഒരു സിനിമയാവട്ടെ, അല്ലെങ്കിൽ MT സാറിൻ്റെ ഒരു സിനിമയാവട്ടെ, ഒരു നോവലാവട്ടെ, ഇന്ത്യൻ ദേശീയതയ്ക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ എന്തിനാണ് അവരെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കമലിനും ഒന്നും സംഭവിക്കില്ല, നമ്മുടെ വാസുവേട്ടനും ഒന്നും സംഭവിക്കില്ല. നമ്മുടെ കരങ്ങൾ അതിനനുസരിച്ച് ശക്തമായിട്ടുള്ളതാണ്. ഇനി യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇതിന്റെ എല്ലാ കൂട്ടത്തിൽ നമ്മളെപ്പോഴും എല്ലാവരും ഒന്നായിട്ടുണ്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറെ യാതൊരു കാര്യവും ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് ഇത്രയും പേര് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. ഒപ്പം നിർഭാഗ്യകരമായിട്ടൊരു കാര്യമായിട്ട് കൂടി തോന്നുന്നു. കാരണം അത് പ്രതിരോധ കൂട്ടായ്മ എന്നുള്ള പേരിൽ നമ്മളിവിടെ കൂടേണ്ടി വന്നു എന്നുള്ളത് സങ്കടകരമാണ്. പക്ഷെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനായിട്ട് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്ന അവസ്ഥ അത് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒത്തുചേർന്നേ മതിയാവും. ഇന്ത്യയിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനല്ല, ഒരുമിപ്പിക്കാനാണ് ഇന്ത്യയിലെ മുഴുവൻ കലാകാരന്മാർ തെരുക്കൂത്ത് നടത്തുന്നവൻ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജാതിയോ മതമോ ഒന്നും ആരും നോക്കാറില്ല. AN രാധാകൃഷ്ണന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞൊഴിഞ്ഞ BJP പിന്നീട് ജനറൽ സെക്രട്ടറിയെ പിന്തുണച്ച് പ്രമേയം പാസാക്കിയതോടെ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായി. ബുദ്ധി മോശമേ, നിന്റെ പേരോ BJP നേതൃത്വം എന്നേ പറയാനുള്ളൂ. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും തിങ്കളാഴ്ച രാത്രി 9:30. നന്ദി, നമസ്കാരം.